Dear students, today I am going to discuss median. Method 1. It is middle observation when the observations are arranged in ascending or descending order. If number of observation is odd, median equal to n plus 1 by 2th observation. If number of observation is even, median equal to average of n by 2th and n by 2 plus 1th observation. സ്റ്റാറ്റിസ്റ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മീഡിയൻ. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ലെറ്ററാണ്. ഇതിലെ മെത്തേഡ് 1 പ്രകാരം തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇക്വേഷൻ നിർബന്ധമില്ല. അപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് നമ്പർ ആണെങ്കിൽ സെൻട്രൽ വാല്യൂ കറക്റ്റായിട്ട് കിട്ടും. ഈവൺ നമ്പർ ആണെങ്കിൽ സെൻറ്ററിലെ രണ്ട് നമ്പറിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. എക്സാമ്പിൾ നോക്കാം. തന്നിരിക്കുന്ന ഒബ്സർവേഷൻ നമ്പേഴ്സ് നോക്കാം. 2, 12, 3, 6, 4 എന്നാണ്. ഇതിനെ ആദ്യം അസെൻഡിങ് ഓർഡറിലേക്ക് സോർട്ട് ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ സെൻട്രൽ വാല്യൂ കറക്റ്റായിട്ട് 4 എന്ന് കിട്ടുന്നതാണ്. ഇതാണ് മീഡിയൻ. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ സെൻറ്ററിൽ രണ്ട് വാല്യൂ ഉണ്ടാവും. 3, 6 അതാണ് സെൻട്രൽ വാല്യൂ. അപ്പോൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. 3 + 6 by 2 അപ്പോൾ 4.5 എന്ന് കിട്ടുന്നതാണ്. ഇനി മെത്തേഡ് 2 പ്രകാരം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സും എഫും തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ, അതായത് ഫ്രീക്വൻസിൻ്റെ സമ്മ് കാണാം. അപ്പോൾ ഇതിൽ കിട്ടിയ 30 ആണ്. അടുത്ത സ്റ്റെപ്പിൽ പുതിയൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ടേബിളിൽ നോക്കുക. ഫസ്റ്റ് ഫ്രീക്വൻസി ഇതിൽ 4 അല്ലേ, അപ്പോൾ 4 അതുപോലെ എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ 4നോട് അടുത്ത ഫ്രീക്വൻസി കൂട്ടുക. 4 + 5 9, 9 + 6 15, 15 + 7 22. ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതുന്നതിന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ കണ്ടിട്ടുണ്ടാവും ആവറേജ് സൈസ് ഓഫ് n/2 ആൻഡ് n/2 + 1 ആണ്. അപ്പോൾ n/2 ആദ്യം കാണാം. n/2 എത്രയാ? 30/2. 30/2 15 ആണ്. n/2 + 1 എന്ന് പറയുമ്പോൾ 30/2 + 1 അപ്പോൾ എത്രയും 16 കിട്ടും. അതാണ് ഇവിടെ താഴെ എഴുതിയത് m = ആവറേജ് സൈസ് ഓഫ് 15th ആൻഡ് 16th ഐറ്റം എന്ന്. അപ്പോൾ ഈ 15 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിലാണ് ഉൾപ്പെടാൻ നോക്കുക. 50 ഉൾപ്പെടുന്ന ഇതില 15 തന്നെയാണ്, അപ്പോൾ 27. 60 ഉൾപ്പെടുന്ന ഇതിലാണ് 60 ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ 22ലാണ്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഏതാ? 30. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എടുക്കുക, നേരെയുള്ള എക്സ് ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 27 + 30/2 28.5 എന്ന് കിട്ടും. ഇനി ഇതിലെ സെക്കൻഡ് മെത്തേഡ് തന്നെ ഒരു മെത്തേഡും കൂടിയുണ്ട്. n + 1/2, അതായത് ഇതിൻ്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ n = 29 അല്ലെ, ഓഡ് നമ്പറാണ് കിട്ടുന്നത്. ഓഡ് നമ്പർ കിട്ടിയാൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ പോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. എന്നിട്ട് സൈസ് ഓഫ് n + 1/2 ഒബ്സർവേഷൻ ആണ്. അപ്പോൾ n + 1/2 ഒബ്സർവേഷൻ ആണ്. ഇവിടെ n 29 ആണ്. 29 + 1/2 അപ്പോൾ 30/2, അതായത് 15 അല്ല 50th ഒബ്സർവേഷൻ ആണ്. അപ്പോൾ 15 എന്നുള്ളത് ഇതിൽ ഉൾപ്പെടാൻ നോക്കിയാൽ മതി. ഇനി അതിലെ മെത്തേഡ് 3 എന്ന് പറയുന്നത് മീഡിയൻ = L + n/2 - c/f × h എന്നാണ്. L = ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്, ദ ക്ലാസ് ഇൻ വിച്ച് n/2th ഐറ്റം ലൈസ് എന്നാണ്. n/2 എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ഏത് ക്ലാസ്സിലാണെന്ന് ഉൾപ്പെടുത്തി നോക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ലോവർ ലിമിറ്റ് എടുക്കുക. സി എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രൊസീഡിങ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് സി എന്ന് പറയുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ക്ലാസ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് എന്നാണ്. അത് വിശദമായിട്ട് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ വരാം. ഇതിൽ എക്സാമ്പിൾ ക്ലാസ്സും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സും ഫ്രീക്വൻസിയും എക്സാമ്പിൾ തന്നതിൽ ആദ്യം ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീക്വൻസി ആഡ് ചെയ്ത് അപ്പം 5 + 8 13 അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n കണ്ടുപിടിക്കുക. n എത്രയാണ്? അതിൽ ഫ്രീക്വൻസിൻ്റെ സമ്മ് 50 ആണ്. അടുത്ത സ്റ്റെപ്പിൽ n/2 കാണാം. n/2 25 ആണ്. അപ്പോൾ 25 എന്നുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കുക. 25 ഇൻക്ലൂഡ് ചെയ്യുന്നത് CFൽ 28ലാണ്. ഓക്കെ, അപ്പോൾ ആ 28ലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ 28ൻ്റെ നേരെയുള്ള ക്ലാസ് അതുപോലെ ഫ്രീക്വൻസി നോട്ട് ചെയ്യുക. 25 ഉൾപ്പെടുന്ന ക്ലാസ് 28
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 28, അതിൻ്റെ നേരെയുള്ള ക്ലാസ് 20 to 30, ഇതിൻ്റെ ഫ്രീക്വൻസി 15. അതിനെ മീഡിയം ക്ലാസ് എന്ന് പറയും. മീഡിയം ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് 20 ലോവർ ലിമിറ്റും 30 അപ്പർ ലിമിറ്റുമാണ്. അപ്പോൾ L = 20. ഫ്രീക്വൻസി 15. ഇനി CF, ഇവിടെ C എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള CF ആണ്. അതായത് റൗണ്ട് ചെയ്ത് 30 റൗണ്ട് ചെയ്ത് കാണാം. അപ്പോൾ അതാണ് ഇതിലെ C എന്ന് പറയുന്നത്. H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ ആണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ വിടുത്താണ്. അപ്പോൾ മൈനസ് ചെയ്താൽ മതി. 30 - 20, 10 - 0. അപ്പോൾ H = 10 എന്ന് കിട്ടും. ഇതെല്ലാം കൂടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20 + 25 - 13 by 5 × 30. അപ്പോൾ ആൻസർ M = 28 എന്ന് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.